നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. നിന്നെ വധിപ്പാനായി വന്ന ജനം വീതിയിൽ വിധിയേൽക്കും. നിന്നെയും പീഡകളയുമേറ്റ ായി വന്ന ജനം വീതിയിൽ വിധിയേൽക്കും. നിന്നെയും പീഡകളയുമേറ്റ വധിപ്പാനായി വന്ന ജനം വീതിയിൽ വിധിയേൽക്കും. നിന്നെയും പീഡകളയുമേറ്റ നാദാദേ സ്തുതിയും വാനം ദാതനും മഹിമ വന്ദനകൾ ശുദ്ധാത്മാവിലും ഉണ്ടാ കൃപ പാപികളാം ഞങ്ങളിലും മേലുള്ളോരിശിലേം വാതിൽ കൊള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥന മശിഹാ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണഭൂമി സ്തോത്രം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ഈ ദിവസത്തിൽ പഞ്ചഭൂതങ്ങളും പ്രകൃതികളും ഞെട്ടിവിറച്ചതുപോലെ ഞങ്ങൾ നിന്റെ ന്യായവിധിയെ ഭയപ്പെട്ട് വിറയ്ക്കുമാറാകണമേ. അന്ത്യദിവസത്തെക്കുറിച്ചുള്ള ഭയം ഞങ്ങളിൽ വസിപ്പിക്കണമേ. നിന്നെ കുരിശിൽ തറച്ചവരോടുകൂടെ ഞങ്ങളെ ഗണിക്കരുതേ. എന്നാലോ നിന്നിലും രക്ഷാകരമായി നിന്റെ കഷ്ടാനുഭവങ്ങളിലും ഏറ്റുപറഞ്ഞിട്ടുള്ള ഞങ്ങളെയും നീ ഏറ്റുപറയണമേ. ദുഷ്പ്രവൃത്തിക്കാർക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കഠിന വേദനകളിൽ നിന്ന് ഞങ്ങൾ വീണ്ടെടുക്കപ്പെടണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ശോ അബുക്കൂല സുബാൻ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധ്യത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്തെന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ അമ്മയെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഞാൻ വെടിപ്പാക്കപ്പെടും.
അതിനെ വെണ്മയാക്കണമേ. ഉർജ്ജമഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണിതയുള്ള എൻ്റെ അസ്ഥിയിൽ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും വായിച്ച് കളയണമേ. ദൈവമേ, വിടുപുലർത്തണമേ. ആത്മാവിനുള്ളതാകണമേ. നിന്റെ തിരുമുഖത്തെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ കൈവരുതേ. എന്നാലും നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും. ഭാവികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമ ബലികളിൽ നീ നിരപ്പായുധമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയതേയും നിരസിക്കുന്നില്ല. അപ്പോൾ നീ രക്ഷപ്പെടും. അപ്പോൾ ലോകങ്ങൾക്കധിപതിയായി വാഴുകേ ദാസൻ കവിളിൽ പ്രഹരിച്ചൊരു ദേവ ദയ ചെയ്തിടണമേ. സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഇടുവാൻ ദാസർ ദാസ്യം പോണ്ടൊരു ദേവ ദയ ചെയ്തിടണമേ. ഉടയവനായി ഉണ്മയിൽ വർദ്ധിക്കേ ഞങ്ങൾ കായ് കഷ്ടതയേറ്റൊരു ദേവ ദയ ചെയ്തിടണമേ. കഷ്ടതയാൽ ഞങ്ങളുടെ കഷ്ടതകൾ തൻഗ്നു മായാലൊരു ദേവ ദയ ചെയ്തിടണമേ. ബാറയ്ക്കുമോ ശുഭഹോലാ ബോലെ ബ്രോവൽ റൂഹോ കാദീശോ മനോലം വാദാമിലുപോലം വൽമീനാമി. സകലേശ തെറ്റിപ്പോയോരേ സ്വന്തം രക്തത്താൽ വാങ്ങിയ ദേവ ദയ ചെയ്തിടണമേ. കുറിയിലായിസോ കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരമരുളി ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്റെ പ്രാർത്ഥന പോലെ എന്റെ വഴിയിലെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ ഞാൻ എന്നെ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായിക്ക് കാവൽക്കാരനെയും ദുഷ്ട മനുഷ്യരോട് ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ തലയിൽ കൊഴിപ്പിക്കരുതേ. എന്തെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ ദോഷം നിമിത്തമാകുന്നു. അവരുടെ ന്യായാധിപതിമാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എൻ്റെ വചനങ്ങൾ അവർ കേട്ടു. എനിക്കായി കെണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് നിങ്ങളെ വലയിൽ വീടുമാറാകണമേ. എന്റെ നടപ്പുള്ള വഴിയിൽ അവർ എനിക്കായി കെണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട് നോക്കി, എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി, എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല. കർത്താവെ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എൻ്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ കേൾക്കണമേ. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നവരെ ഞാൻ നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ വിടുവിക്കണമേ.
നീ എനിക്ക് വേണ്ടി പാലം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഓടുകൾക്ക് പ്രകാശവുമാവുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവ് നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ആത്മാവെല്ലായ്പ്പോഴും നിന്നിലിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞാൻ മറന്നില്ല. പാപികളായ എനിക്കായി കൽപ്പിച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പന തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷ്യം നിനക്ക് അവകാശപ്പെടുത്തി. എന്നാൽ എന്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനയിൽ നിന്ന് സ്വന്തമായിട്ട് ഞാൻ എന്റെ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സമർപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സമർപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മൺമേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും എന്നേയും കർത്താവാകുന്നു. സർവാധിപനെ ദുഷ്ടന്മാർ നിന്ദിക്കുന്നതു കാണുമ്പോൾ സോദരരെ സന്താപത്താ ആരെയോ വിലപിക്കില്ല. നിലയം ദൈവം നിന്നു മനസാ കഷ്ടത കൈക്കൊണ്ടു തുപ്പൽ മുഖത്തു പതിച്ചപ്പോൾ കരുണാനിധി കോപിച്ചില്ല. മോശേ നിൻ പീഠത്തിലിതാ കയ്യാപ്പ നിൽപ്പതു കാൺമ. അഹരോനെ ന്യായാധിപനാം അന്നാനെ പ്രതിവിലപിക്കാം. പകയന്മാരെ ഇവനെന്തപരാധം ചെയ്തു, പാരം പുണ്യം ചെയ്തോനെ നിങ്ങളധിക്ഷേപിക്കുന്നു. വാനിൽ ക്രോബേസ്രോപ്പേന്മാർ വിറകൊള്ളും മഹിമാവുള്ളോൻ പാരിൽ പാരം പാടേറ്റോ പാർക്കിൽ വിശ്വമഹാശര്യം ബാരകുമോ ശുഭഹോലാബോലബറോവൽറോഹോ കാദീശോ മിനോലം വദാമിനോലം വൽമീനാമി. വിശ്വാസിനി പരിശുദ്ധ സഭേ മനസ്സാവന്നതി കഷ്ടതയാം സുതരുടെ ദാസ്യം തീർത്തോന ദൈവാത്മജനെ കീർത്തിക്കാം. സൗമൻ ഗാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പൂഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതയും ഇടവിടാതെ അർപ്പിക്കുവാൻ ഇടയങ്ങൾ യോഗ്യരായി തീരണമേ. ഭംഗിയും തേജസ്സും കൂടാതെ സൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെടുകയും ഭൂമിയിൽ നിന്നിനും ഹീനനുമായി കാണപ്പെടുകയും ചെയ്തവനായി സ്തുതികളിൽ പ്രബലനും പൂഴ്ചകളിൽ മഹോന്നതനും ഞങ്ങളുടെ കഷ്ടതകളെ വഹിപ്പാനും ഞങ്ങളുടെ നൊമ്പരങ്ങളെ സഹിപ്പാനുമായിട്ട് തൻ്റെ സ്ഥലത്ത് നിന്ന് ഇറങ്ങി കഷ്ടതകളിൽ നിന്ന് ഉയർന്നിരിക്കുന്നവനും വേദനകളിൽ നിന്ന് അകന്നിരിക്കുന്നവനും തന്നെ കുരിശിൽ തറച്ചവരെ തൻ്റെ നീതിയാൽ ചിതറിയുകയും തൻ്റെ കൃപയാൽ തൻ്റെ ആരാധകരെ കൂട്ടിച്ചേർക്കുകയും ചെയ്ത നീതിമാനും സത്യവാനുമായ കർത്താവിന് സ്തുതിയും. തനിക്ക് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസ്സോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മഹത്തായതിനെ സ്ഥാപിച്ചവനെ നിനക്ക് സ്തുതി, നിനക്ക് കീർത്തനം.
നിന്റെ വന്യ സ്ലീബ കൊണ്ട് ജീവകരമായ ഫലങ്ങളെ നിനക്കായി നീ കായ്പിക്കുകയും നിന്റെ വിശുദ്ധ സഭയാവുന്ന ആത്മീയ തോട്ടത്തെ നിനക്കായി നട്ടുപിടിപ്പിക്കുകയും അതിൽ രക്ഷയുടെ മഹാഗോപുരത്തെ പണിതുയർത്തുകയും രഹസ്യമാവുന്ന ഉറവയെ പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിനെ സന്തോഷിപ്പിക്കുന്ന നീർച്ചാലുകളെ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലങ്ങൾ വളർന്നു വരുവാനായിട്ട് അതിൻ്റെ ഒഴിവുകളെ നിറയ്ക്കുകയും അതിൻ്റെ മുള വരുത്തുന്നതിന് ചാറൽ മലകളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവിശ്വാസമാവുന്ന നിന്ദ്യങ്ങളായ കാട്ടുമുന്തിരിങ്ങകൾക്ക് പകരം വിശ്വാസമാവുന്ന നല്ല മുന്തിരിഫലങ്ങളെയും ദൂഷണങ്ങളാവുന്ന കടുങ്കയ്പിന് പകരം സ്തോത്രമാവുന്ന മധുരഫലങ്ങളെയും നീ അതിൽ നിന്ന് മുളപ്പിച്ചു. കുരിശു മൂലമുള്ള അപമാനത്തിൽ നിന്നും ആക്ഷേപത്തിൽ നിന്നും സ്തുതിയാകുന്ന മഹിമയുടെ ഫലങ്ങളെയും കുരിശിനാലുള്ള യഥാർത്ഥ വിജയത്തെയും അതിൽ നീ ഉളവാക്കി. ഞങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി ഈ വിധം താല്പര്യം കാണിച്ച ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ പരിമള ധൂപത്തോടുകൂടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് നിന്റെ അനവധി അനുഗ്രഹങ്ങളോട് യാചിക്കുന്നത് എന്തെന്നാൽ, നിന്റെ രാജ്യത്തിലെ ഉത്സാഹമുള്ള വേലക്കാരും നിന്റെ സ്വത്തിനെ അന്വേഷിക്കുന്ന വ്യാപാരികളും നിന്റെ തോട്ടത്തിനുള്ളിൽ മഹത്വമുള്ള മുന്തിരിവള്ളികളും നിന്റെ വയലിൽ വാഴ്ത്തപ്പെട്ട വിത്തും നിന്റെ പത്തായങ്ങളിൽ നല്ല ഗോതമ്പും നിന്റെ വിശുദ്ധ പ്രാകാരത്തിൽ പ്രിയപ്പെട്ട നടുതലകളും നിന്റെ രാജ്യത്തിലെ മേച്ചിൽപ്പുറങ്ങളിൽ തടിച്ച ആട്ടിൻകുട്ടികളും നിന്റെ മഹനീയമായ കിരീടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട രത്നങ്ങളും നിന്റെ പറുദീസയിൽ ഉയർന്ന ദഖില്ലാകളും നിന്റെ ഉപദേശമാവുന്ന നീർച്ചാലുകൾക്കരികെ ഭംഗിയുള്ള കാര്യങ്ങളിലും നിന്റെ സഭാമാലകളിൽ മഹിമയുള്ള വൃക്ഷങ്ങളായി ഞങ്ങളെല്ലാവരെയും നീ ആക്കി തീർക്കണമേ. നിന്റെ ബഹുമാനത്തിൻ്റെ ഭവനത്തിൽ മഹാത്മ്യമുള്ള സൈത്യവൃക്ഷം പോലെയും നിന്റെ ശ്രേഷ്ഠതയുടെ തോട്ടത്തിൽ മഹിമയുള്ള മുന്തിരിവള്ളി പോലെയും ഞങ്ങളെല്ലാവരെയും ആക്കി തീർക്കുമാറാകണമേ. നിന്റെ തോട്ടത്തിൽ വേല ചെയ്യുന്ന ഉത്സാഹികളായ കൃഷിക്കാരും നിന്റെ വാസത്തിന് നിർമ്മല ഭവനങ്ങളും നിന്റെ മാഹാത്മ്യത്തിൻ്റെ ബഹുമാനത്തിന് വെടിപ്പുള്ള ആലയങ്ങളും നിന്റെ ഉണ്മയുടെ വാസത്തിന് നിർമ്മലമായ ബലിപീഠങ്ങളും നിന്റെ ശ്രേഷ്ഠതയുടെ വാസത്തിന് നിഷ്കളങ്കരായ സ്തുതിപാഠകരും നിന്റെ തിരുമേനിയുടെ രാജ്യത്തിന് സുസ്ഥിരമായ അതിഥികളും നിന്റെ അത്താഴത്തിൽ വിരുന്നിന് തക്ക വിരുന്നുകാരും നിന്റെ മണവറയിൽ വെടിപ്പുള്ള തോഴ്മക്കാരുമായി ഞങ്ങളെല്ലാവരെയും ആക്കണമേ. ഞങ്ങൾ അവിടെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വവുക്കോല സുബാൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബാറയ്ക്കുമ്പോൾ നമ്മുടെ കർത്താവിനോട് തൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ദാവീദ് ഈ ഉപമ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരിക. സാത്താനായി തീർന്നുകൊണ്ട് നിന്നെ യഹൂദന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവനാരാവുന്നു? കർത്താവ് ഉത്തരമായിട്ട് ഭയചകിതരായിരുന്ന ശിഷ്യന്മാരോട് അരുളി ചെയ്തു, എന്നോടൊന്നിച്ച് താലത്തിൽ കൈമുക്കുന്നവൻ യഹൂദജനത്തിന് എന്നെ ഒറ്റിക്കൊടുക്കും. ബാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വചനമായ ദൈവമേ നിനക്ക് സ്തുതി. നിന്റെ കൃപയാൽ നീ മനുഷ്യനായി തീരുകയും ബലഹീനന്മാർക്ക് നിന്നെ തന്നെ നൽകിയത് കൊണ്ട് അവർ നിന്നെ പിടിക്കുകയും ചെയ്തു. അവർ ന്യായാധിപന്റെ അടുക്കൽ നിന്നെ കൊണ്ടുവന്നു. ഞങ്ങളുടെ എളിയ കുലത്തിനു വേണ്ടി കുഞ്ഞാടിനെ പോലെ കൊലയ്ക്കായി നീ കൂട്ടിക്കൊണ്ടു പോകപ്പെട്ടു. ഉത്തമനായ യഹോവേ, നിന്റെ കരുണയ്ക്ക് സ്തുതി. ഞങ്ങൾക്ക് വേണ്ടി മരണവാസിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ സ്വഭാവത്തെ നീ സ്നേഹിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളെ പോലെ മനുഷ്യനായി തീരുകയും ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി പീഡകളെ സഹിക്കുകയും ചെയ്ത മഹോന്നതനായുള്ളവയും
ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും ശ്രദ്ധിക്കണമേ. ഞങ്ങളുടെ നിസ്സാര ധൂപത്തെ നീ കൈക്കൊള്ളണമേ. അതിനാൽ നിന്റെ മാഹാത്മ്യ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ജീവിക്കുന്നതായി നിന്റെ കൽപ്പനകൾ ആചരിക്കുന്നവരായി ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. സൽപ്രവൃത്തികൾക്കായി ഞങ്ങളുടെ കൈകളെ നീ ആയുധം ധരിപ്പിക്കണമേ. നിന്റെ വചനപ്രകാരം ഞങ്ങളുടെ നടപടികളെ ശരിപ്പെടുത്തണമേ. നിന്നെക്കുറിച്ചുള്ള ഓർമ്മയാൽ ഞങ്ങളുടെ വിചാരങ്ങളെയും നിന്റെ സ്തുതിയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ അധരങ്ങളുടെ നാവുകളെ നീ കാത്ത് രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ സത്യത്താൽ ഞങ്ങളെല്ലാവരെയും ശുദ്ധീകരിക്കണമേ. മോറൻ വാലോഹാൻ ലൗന്മേ സത്യവരന്മാർ നിബിയന്മാർ ഘോഷിച്ചൊരു മർമ്മം ബുധനാം ദിവസേ വെളിവാക്കി ശിഷ്യകായ്നാഥൻ മന്നിതിലുടയോർ വന്നിടുമെന്നേവം ദർശകവൃന്ദം മുന്നം പ്രവചിച്ചു. പീഡാമൃതിയേറ്റുലകത്തെ നാഥൻ വീണ്ടിടുമെന്നേവം ദൃഷ്ടാന്തങ്ങളിലൂടാദ്യ പിതാക്കന്മാർ ഹല്ലേലൂയ സൂചനകൾ നൽകി ബാറക്കുമോ ശുഭഹുല ബോലെ ബ്രോവൽ റൂഹോ കാദീശോ ഹല്ലേലൂയ യെരൂശലേമിൻ വൻമഹളം ബുധനാം ദിവസത്തിൽ വംശതലയാമാദത്തെ സൃഷ്ടി ചോരു കൈമേൽ ചേർത്തു തറയ്ക്കാൻ ആണികൾ യോധന്മാർ തീച്ചോളകളിൽ മൂർച്ച വരുത്തുന്നു. ബന്ധനമേറ്റോൻ സ്വാതന്ത്ര്യം മാർഗെല്ലാം നൽകിടുമെന്നേവം ദാവീദോദീയതാം വചനം ഹല്ലേലൂയ ദോഷികളോർത്തില്ല. ഞങ്ങൾക്കായി നീറ്റൊരു പീഡ താഴ്ചകളേറ്റം ധന്യം നാഥ. നിജ തേജസ്സോടുടയോൻ നേരെ നിൽപ്പാനാരാലാവും ക്ലേശം കൈക്കൊണ്ടീടാൻ വന്ന എല്ലാവരെയും രക്ഷിപ്പാനായി മൃതിയേറ്റിടുവാൻ നരനായി തീർന്നു. സ്രാപ്പേ വൃന്ദം ചിറകാൽ പാറി ദൈവത്വത്തെ കീർത്തിക്കുന്നു. മണ്ണിൻ മക്കൾ നിന്ദിക്കുന്നു. ശ്രോപ്പേന്മാർക്കാദീശാർക്കുന്നു. നീജാത്മാക്കൾ കുരിശിക്കുന്നു. വൈകൾ സർവം നാഥ നിന്നെ അത്യുച്ചത്തിൽ സ്തോത്രം ചെയ്വോ. ക്ലേശം കൈയേൽപ്പാൻ നീ വന്നു. ഏറ്റോ ദുഷ്ടന്മാരുടെ തോപ്പൽ
സ്തോത്രം സ്തോത്രം. ഇൻവേദി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശാമുറിയോ പാമൃതി കഷ്ടതകൾക്കായി വന്നോനെ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലൻ മുണ്ടാകേണം ദേവാ ണം നാഥ കൃപ തോന്നേണമെൻപാൽ മിസ്രൈനാട്ടിൽ ബലഹീനതയിൽ നിവസിച്ചോളാം കാന്തേകി മാന്യത പാരം പ്രിയനാം കാന്തൻ സൗഭാഗ്യപ്രദനാം നിർമ്മലനെ കൈവിട്ടേറ്റം നാശം ചേർക്കും കാളക്കൊട്ടി ആരാധിച്ച ദേവാ ദൈവാത്മജവൃത്താന്തം വർണ്ണിപ്പതു നമ്മല്ലോ ഏകാത്മജവൃത്താന്തം കേൾപ്പത് യോഗ്യം തന്നെ ദൈവാത്മജനയാൽ മാർദ്ദം സ്നേഹിച്ചിടുന്നു നീവൃത്താന്തം ശ്രദ്ധിക്കുന്നതിലുണ്ടാനം നമൻ നാദഭൂവാനം നിൻപീഡയതിൽ ക്ലേശിച്ചു മാനോർ വാനോർ നിന്താഴ്മയിലതി വിസ്മയമാർന്നു ദേവാ ഹല്ലേലൂയ ഹല്ലേലൂയ ദോഷം ചിന്തി ചുര ചെയ്ത അത്യുന്നതനെ പറ്റി കൈതവമവരോദീ ബാർക്കിമോർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. ദൈവത്തിന് സ്തുതിയും ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും പ്രധാനാചാര്യന്മാരും പരീശന്മാരും ഒരുമിച്ചുകൂടി നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ അനേക അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. നാം ഇവനെ ഇങ്ങനെ വിടുന്ന പക്ഷം എല്ലാ മനുഷ്യരും അവനിൽ വിശ്വസിച്ച് പോകും. റോമാക്കാർ വന്ന് നമ്മുടെ ദേശത്തെയും ജനങ്ങളെയും അപഹരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവരിൽ കയ്യാപ്പ എന്ന പേരുള്ള ഒരുവൻ ആ സംവത്സരത്തെ പ്രധാനാചാര്യനായിരുന്നു. അവൻ അവരോട്, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാം. ജനങ്ങളെല്ലാം നശിക്കുന്നതിനേക്കാൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്ന് വിചാരിക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് അവൻ സ്വയമായി പറഞ്ഞതെല്ലാം. അവൻ ഈ സംവത്സരത്തെ പ്രധാനാചാര്യനായതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി യേശുവരാൻ മരിക്കുവാൻ പോകുന്നുവെന്ന് ദീർഘദർശനം പറയുകയാണ് ചെയ്തത്. അത് ആ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന സന്താനങ്ങളെ ഒരുമിച്ച് ചേർക്കുവാൻ വേണ്ടിയും ആയിരുന്നു.
അന്നു മുതൽ അവർ അവനെ വധിക്കുവാൻ ആലോചിച്ചു. യേശു യഹൂദന്മാരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിക്കാതെ മരുഭൂമിക്ക് സമീപമായ എഫ്രൈം എന്ന് വിളിക്കുന്ന കോട്ടയിലേക്ക് പോയി. അവിടെ അവർ ശിഷ്യന്മാരോടുകൂടെ സഞ്ചരിച്ചിരുന്നു. യഹൂദന്മാരുടെ പെസഹ അടുത്തു. പലരും ആ പെരുന്നാളിന് മുമ്പ് തന്നെ തങ്ങളുടെ ശുദ്ധീകരണത്തിനായി ഗ്രാമങ്ങളിൽ നിന്ന് യെരൂശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയങ്ങളിൽ വെച്ച് പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾക്ക് എന്തോ തോന്നുന്നു, അവൻ പെരുന്നാളിന് വരികയില്ലയോ? അവൻ എവിടെയാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിടിക്കുവാൻ തക്കവണ്ണം തങ്ങൾക്ക് അറിവ് നൽകണമെന്ന് പ്രധാനാചാര്യന്മാരും പരീശന്മാരും കൽപ്പന കൊടുത്തിരുന്നു. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശുമ്പുരാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് ലാസർ പാർത്തിരുന്ന സ്ഥലമായ ബഥാനിയയിലേക്ക് ചെന്നു. അവിടെ അവന് ഒരു അത്താഴ വിരുന്ന് നടത്തി. മാർത്ത പരിചരിക്കുകയായിരുന്നു. ലാസറും അവൻ്റെ കൂടെ ഭക്ഷണത്തിനിരുന്നിരുന്നു. യഹൂദന്മാരിൽ നിന്ന് വലിയൊരു പുരുഷാരം യേശു അവിടെ ഉണ്ടെന്ന് കേട്ട് അവിടെ ചെന്നു. അത് യേശുവിനെ മാത്രം ഉദ്ദേശിച്ചല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ലാസറിനെ കൂടെ കാണുവാനായിട്ടുമായിരുന്നു. പ്രധാനാചാര്യന്മാർ ലാസറിനെയും കൂടി കൊല്ലുവാൻ ആലോചിച്ചു. എന്നാൽ അവൻ നിമിത്തം യഹൂദന്മാരിൽ പലരും യേശുമ്പുരാനിൽ വിശ്വസിച്ച് പോന്നിരുന്നു. നമ്മുടെ കർത്താവിന് വന്ദനമുണ്ടാകട്ടെ. മോറാനീശമിശേഹ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾക്ക് നേരെ നീ അടയ്ക്കരുതേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ വന്ദനം ഞങ്ങളുടെ മാഞ്ഞു പോവാനായിട്ട് നിന്റെ സ്നേഹം നിന്നെ താഴ്ന്നു പിറകെ കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. നിന്നെ വധിപ്പാനായി വന്ന ജനം വീതിയിൽ ജാതി പോകും രാജ്യം നിന്നെ വധിപ്പാനായി വന്ന വിധിയേൽക്കും നിന്നെയും പീഡകളയുമേറ്റ ജാതി പോകും രാജ്യം വിധിയേൽക്കും നിന്നെയും പീഡകളയുമേറ്റ ജാതി പോകും രാജ്യം ശുഭഹത്തോലാബോ ഈ കോറോ വലറോ ഹോദകുദിശോ സെനത്തോ റുമറോമോ വാലായ് ഹാത്തോയിരഹവേ വഹനോരോനെസ്പാ സഹുന്തലയോരേ ശിലേം ദലമിൽ നീലോൻ സാകംബിൻ ദംശേഹോ ശുഭഹോ ലോകമോരാൻ ശുഭഹോ ലോകമോരാൻ ശുഭഹോ ലോകോ സബരലോലം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമായണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പയം തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷപ്പെടണമേ. എന്നുള്ള രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിന്നെ വധിപ്പാനായി വന്ന ജനം വീതിയിൽ വിധിയേൽക്കും
നിന്നെ വധിപ്പാനായി വന്ന ജനം വേദിയിൽ ജാതിബോ നിന്നെ വധിപ്പാനായി വന്ന ജനം നാദാദേ സ്തുതിയും മാനം ദാതനും മഹിമ വന്ദനകൾ മാവേനും ഉണ്ടാകുൾ കൃപ ഭാവികളാ ഞങ്ങളിലും മേലുള്ളോരിശിലെ മാറിൽ കുള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥന മശിഹാസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാരക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അഭയം തരണമേ, ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദർശകരെ നിഹനിച്ചു നിനംബാനം ചെയ്വോളെ അതിനാമേശായ നിന്നോടെന്തയോ ചെയ്തു എറവിയായി ചേർക്കുണ്ടിൽ തള്ളി അതനാസ്കറിയ ബലിപീഠത്തിങ്കൽ കൊലപാതകിയാം മണവാട്ടി പുത്രൻ തൻ കൊലയ തന്നെത്താനെന്നേക്കും മുടിവോളം നിന്റെ ഹാലേലുയ്യ ഭ്രാന്തു ശമിച്ചില്ല. ബാരക്കുമോ ശുഭഹുലാം പോലെ ബ്രോവൽ റൂഹോ ഖാദീശോ ഹാലേലുയ്യ. സുന്ദരനാം ദാനിയേലും മന്നൻ ദാവീദും യെരൂശലേമിനെ മുൻനിർത്തി സൂചനകൾ നൽകി രക്ഷകനെ നീചതിനാൽ കല്ലിന്മേൽ കല്ലുണ്ടാവില്ലെന്നൊരുവൻ ചൊന്നാൻ അപുരമുന്മൂലിതമാകും പകരം തൽസാനി സവസംസ്ഥാപിതമായിടുമെന്നവരൻ ഘോഷിച്ചാൻ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. ഞങ്ങൾക്കായി നീറ്റൊരു പീഠ താഴ്ചകളേറ്റം ധന്യം നാഥ. നരവർഗത്തിനുയരുകീടാൻ താണോനാം നിൻ സ്നേഹം പൂർണ്ണം പുൽകീഴട്ടെ നുള്ളം നിന്നെ എന്നീയും ഞാൻ നിന്നോടൊപ്പം ശ്രേഷ്ഠ
ശ്രേഷ്ഠം തന്നെ നൽകും കൂലി. ഈ ലോകത്തെ വെണ്ണീറാക്ക പോരും ധീരൻ വീര്യം പോക്ക മുള്ളിൻ കൂട്ടം ചുറ്റും കൂടി ഇരുതീതാനെ ശൈത്യം പൂണ്ടോ മണ്ണിൻ മക്കൾ ചൂടേറ്റില്ല. പാപികളാം നാം കൂടെ ചേരാൻ കാരുണ്യം കാണിച്ചോൻ സ്തുതിൻ പങ്കപാടും ക്രോശം മൂലം മൃതിയെ നീങ്ങി ജീവൻ നൽകി തൽപ്രേക്ഷകനാം താതൻ ധന്യൻ. നിൻവീതി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശാമുറിയോ. ഞങ്ങൾക്കായുള്ളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. നിൻഹാശായിൻ കഷ്ടതയാൽ നേടണമവകാശം രാജ്യദേവാ. വേണം നാദ കൃപ തോന്നേണമൻപാ. ഭീതിയോടീറേൻ മാർവാനിൽ സ്വോത്രം ചെയ്യുന്നോൻ വന്യൻ. അവനെ പാരിൽ വൈദികരും സപ്രേന്മാരും നീപ്പോദേവാ. ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻപാ. ജീവിതരുടെ തലയായോനീ വടിയാൽ പ്രഹരിച്ചിടുന്നു. ദർശകരുടെ ദൃഷ്ടാന്തങ്ങൾ നിറവേറ്റിയവൻ സംസോത്യൻ ദേവാ. തിരികെ തൻ്റെ തൊഴുത്തിൽ നാം ചേർന്നിടുവാൻ മൃതി കൈക്കൊണ്ടാൻ നാഥനും തൻ പ്രേക്ഷകനും സ്തുതി പരിശുദ്ധാത്മാവീനും ദേവാദയുണ്ടാകേണം നാദ കൃപ തോന്നേണമൻപാ. ഞങ്ങൾക്കായുള്ളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. നിൻഹാശായിൻ കഷ്ടതയാൽ നേടണമവകാശം രാജ്യദേവാ. ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻപാ. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ബർക്കിമോർ അത്തിൽ നിന്നും അറിവിരിക്കുന്നവനും ദൈവത്തിൽ നിന്നും മഹത്വപ്പെടുന്നവനുമേ. ബാർക്കുമോർ ഞാൻ ആശ്രയിച്ച ദൈവവും എൻ്റെ ശരണം എൻ്റെ സങ്കേതസ്ഥലമെന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്നാലും വിടുത്തത്തെ ഗണിയിൽ നിന്നും വിരുദ്ധ സംസാരത്തിൽ നിന്നേയും വേണ്ടിയുള്ളൂ. അവൻ അവൻ്റെ തൂവൽ കൊണ്ട് എന്നെ രക്ഷിക്കും. അവൻ്റെ ചിറക് നിരങ്കിയിലും മറിക്കപ്പെടും. അവൻ്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്വസ്ഥത്തിൽ നിന്നും വീട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൊതിനും കാറ്റിലും നീ ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് 1000 പേരും നിന്റെ വലത്തുഭാഗത്ത് 10,000 പേരും വീരും. അവ നിങ്ങളെ കടിക്കുകയില്ല. എന്നാലും നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാൽ സ്വന്തം വാസസ്ഥലം ഉയരത്തിലായിരിക്കുന്നുവെന്ന് എൻ്റെ ശരണമായ കർത്താവ് നീ ആകുന്നു. ദോഷം നിന്നോട് അടിക്കുകയില്ല. ശിക്ഷ നിന്റെ വാസസ്ഥലത്ത് സമീപിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ സകല വരികൾ നീ കാത്തുകൊള്ളും. അവൻ നിന്നെക്കുറിച്ച് അവൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടിച്ചു വയ്പ്പറിപ്പാൻ അവ തങ്ങളുടെ ഭുജങ്ങളിന്മേൽ നിന്നെ വഹിക്കും. സർപ്പത്തെയും മണലിയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്നെ നാമം അറിഞ്ഞുകൊണ്ട് ഞാൻ അവനെ വിളിക്കും.
ഞാൻ അവനോട് ഉത്തരം പറയും, ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സം കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും, എൻ്റെ രക്ഷയെ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തും, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സൃഷ്ടിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുന്നില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു, കർത്താവ് നിന്റെ വലുതുകൊണ്ട് നിന്നെ നിഴലിടും. പകലാത്രത്തിനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്ന് കാത്തുകൊള്ളും, കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ, സ്നേഹയോഗ്യമാകുന്നു, ബാറയ്ക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മെൻപോലം വാതാവിൽ പോലും ഉൽമീലാമേ. മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ചിറകും കീഴിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സകലവും കേൾക്കുന്നനെ നിന്റെ കരത്താൽ നിന്റെ അപേക്ഷ കേൾക്കണമേ. മൗത്തുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകനുമായി മിശിഹാ നിരപ്പുറഞ്ഞിരിക്കുന്ന സന്ധിയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ മുന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഒരു മരണലോളം ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ ദുഷ്ടന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകൾക്കെയും നിന്റെ വചനങ്ങളെ ആശ്രയിക്കണമേ. നിന്റെ നിരപ്പടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിച്ച ആത്മാക്കൾക്ക് ശരണയും രക്ഷയും ഉണ്ടാകണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിന്നെ വധിപ്പാനായി വന്ന ജനം വീതിയിൽ വിധിയേൽക്കും. നിന്നെ വധിപ്പാനായി വന്ന ജനം വീതിയിൽ വിധിയേൽക്കും. നിന്നെ വധിപ്പാനായി വന്ന ജനം വീതിയിൽ വിധി Lukumurute shubuhato labo ikoro valero hodu kodisho seto rumaro movalai hato yerahme Vahano no nespa സഹുന്തലയോരേ ശിലേം ദലയിൽ നീലോൻ ലാവോ സാങ്കംബിം ദംശേഹോ ശുഭഹോ ലുക്മോരാൻ ശുഭഹോ ലുക്മോരാൻ ശുഭഹോ ലോക സബരലോലം ബാരക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നാമപരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദർശനത്തിലെ പോലെ ഭൂമിയിലും വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അഭയം തരണമേ. ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകമ്പേ പിതാനഞ്ചനും പ്രകാശനുള്ള പ്രകാശവും സത്യതയെന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗം നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവനായ വിശുദ്ധ കന്യമറിയാവിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി
പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ണൂന് വെച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിതപ്പാൻ തൻ്റെ വലിയ മാത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തൻ്റെ രാത്രാവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവെന്നൂറപ്പെട്ട് പിതാവിനോട് പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീയന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുള്ള നിർവായിലും കാതോലികവുമായ ഏകസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമായി ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവയുടെ ഉയർപ്പിനും വരുവാനിക ലോകത്തിലെ പൊതുജീവനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരവിളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാരക്കുമോ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പെസഹായുടെ പ്രത്യേകമായ ശുശ്രൂഷകൾ അടുത്ത ദിവസം നടക്കേണ്ടതുണ്ടല്ലോ. നാളെ 4 മണി മുതൽ ഹൂസോ വായിക്കാനുള്ള അവസരമുണ്ട്. 5:15 സന്ധ്യാപ്രാർത്ഥന ആരംഭിക്കുന്നതാണ്. പെസഹായുടെ പ്രത്യേകമായ ശുശ്രൂഷ വെളുപ്പിന് 4 മണിക്ക് പ്രഭാത പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കും. പ്രധാനമായും പെസഹായുടെ അപ്പം നേർച്ചയായിട്ട് കൊണ്ടുവരുന്ന കാര്യത്തിലും നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യും. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.